ഹലോ നമസ്കാരം, രഞ്ജിത്ത്. അനുഭവങ്ങൾ പാളിച്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ അനുഭവങ്ങൾ പാളിച്ചകളിൽ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ചാണ്, ഒരു സെഗ്മെന്റിനെ കുറിച്ചാണ്. മറ്റൊന്നുമല്ല, കേരളത്തിലും ഒരുപക്ഷെ ലോകത്തിലും ഏറ്റവും അധികം ആളുകൾ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് വേണമെങ്കിൽ പറയാം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി പലതരത്തിലുണ്ട്. കൊമേഴ്സ്യലായിട്ടുള്ള കൺസ്ട്രക്ഷൻ ഉണ്ട്, റെസിഡൻഷ്യൽ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ഉണ്ട്, പലതരത്തിലുള്ള വിഭാഗങ്ങളുണ്ട്. കോൺട്രാക്ടേഴ്സ് ആയിട്ടുണ്ട്, കൺസൾട്ടൻസ് ആയിട്ടുണ്ട്, എഞ്ചിനീയേഴ്സ് ആയി നിലനിൽക്കുന്നവരുണ്ട്, ആർക്കിടെക്ട്സ് ആയി നിലനിൽക്കുന്നവരുണ്ട്. പക്ഷേ പൊതുവെ ഒരു കോൺട്രാക്റ്റിംഗ് ഒക്കെ എടുത്ത് നടപ്പിലാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 6 കാര്യങ്ങളാണ്. ഈ 6 കാര്യങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് കോൺട്രാക്റ്റ് എടുക്കുന്ന ആളുകൾക്ക് പലപ്പോഴും വലിയ നഷ്ടം സംഭവിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ കോൺട്രാക്ടേഴ്സ് ശ്രദ്ധിക്കേണ്ട 6 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ കാര്യം, പലപ്പോഴും പല പ്രൊജക്റ്റുകളിലും ഞാൻ കണ്ടിട്ടുള്ളത്, ഒരു പ്രൊജക്റ്റ് എന്ന് പോലും വിളിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും മെസ്സി ആയിട്ടാണ് അത് കിടക്കുന്നുണ്ടാവുക. പലപ്പോഴും പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഇത്തരം കോൺട്രാക്ടേഴ്സിന് ഉണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് കമ്മിറ്റ് ചെയ്യുമ്പോൾ, ഒരു വീട് പണി എന്ന് തന്നെ എടുത്തോളൂ. ഒരു വീട് പണി എടുക്കുമ്പോൾ തന്നെ കൃത്യമായി നമുക്ക് അറിയണം ഏതൊക്കെ ഫേസിലായിട്ട് എന്തൊക്കെ വർക്കുകൾ പൂർത്തീകരിക്കാനുണ്ട്, ആ വർക്കുകൾക്ക് എന്തുമാത്രം റിസോഴ്സസ് ആവശ്യമുണ്ട്. റിസോഴ്സ് എന്ന് പറയുമ്പോൾ മെറ്റീരിയലായിട്ടും മാൻ പവറുമായിട്ടും ഒക്കെ എന്തൊക്കെ ആവശ്യമുണ്ട്, ഏതൊക്കെ ഘട്ടത്തിൽ ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് ഏകദേശം ഈ പണി അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റ് കഴിയുക. ഇതിനെക്കുറിച്ച് കൃത്യമായി ധാരണയുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു പ്രൊജക്റ്റ് പ്ലാൻ ഉണ്ടാക്കേണ്ടതുണ്ട്. പ്രൊജക്റ്റ് പ്ലാൻ സാധാരണ വീടിൻ്റെ പ്ലാൻ അല്ല, പ്രൊജക്റ്റിന് കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാകണം. വലിയ കമ്പനികളെല്ലാം സ്ഥിരമായി ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ഈ പറയുന്ന മൈക്രോസോഫ്റ്റ് പ്രൊജക്റ്റിലും പ്രൈമാവേറയിലും ഒക്കെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ചെയ്തിട്ട് തന്നെയാണ് വലിയ പ്രൊജക്റ്റുകളെല്ലാം എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഇവിടെയുള്ള ചെറിയ പ്രൊജക്റ്റുകളിലും പലപ്പോഴും ഇത്തരത്തിലുള്ള പ്ലാനുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ആ പ്ലാനുകൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുകയോ കൃത്യമായി റിവ്യൂ ചെയ്യുകയോ ചെയ്യാറില്ല എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പ്രശ്നം. അപ്പോൾ കൃത്യമായ പ്രൊജക്റ്റ് മാനേജ്മെൻ്റ് ആണ് ഏറ്റവും ആദ്യത്തെ സംഭവം. കാരണം കൃത്യമായ രീതിയിൽ അത് ട്രാക്ക് ചെയ്യപ്പെടുകയും അതിന് ഏതെങ്കിലും തരത്തിൽ വിഘ്നം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് റിവ്യൂ ചെയ്യുകയും അതിനെ റെക്ടിഫൈ ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കുകയും ചെയ്യുമ്പോഴാണ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എഫിഷ്യൻ്റ് ആവുന്നത്. അപ്പോൾ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് മോണിറ്ററിംഗ് സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞാൽ ആവശ്യമുള്ളത്. ഒരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ല, ഈ പ്രൊജക്റ്റിനെ മോണിറ്റർ ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടിയാണ് അവിടെ ആവശ്യമുള്ളത്. ഇത് കൃത്യമായി ചെയ്താൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങളുണ്ടാവും. ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഡെയിലി ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. നമ്മളൊരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ഗാൺ ചാർട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ഗാൺ ചാർട്ട് അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, പ്രോഗ്രസ് കറക്റ്റായി പോകുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പർച്ചേസിലുള്ള കോസ്റ്റ് കൺട്രോൾസും അതുപോലെ പർച്ചേസിലുള്ള സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു 1 പോയിന്റ് അല്ലെങ്കിൽ സിംഗിൾ വിൻഡോ എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മെക്കാനിസമാണ്. പലപ്പോഴും കോസ്റ്റിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. കാരണം അതിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ബൾക്കായിട്ടുള്ള പർച്ചേസുകൾ ചെയ്യാത്തത് കൊണ്ട്, കൃത്യമായിട്ടുള്ള മെറ്റീരിയൽസ് പ്ലാനിങ് നടത്താത്തത് കൊണ്ട്, അതൊക്കെ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ മെറ്റീരിയൽസ് ആവശ്യമുണ്ട്, ബൾക്കായി മേടിച്ചാൽ വില കുറഞ്ഞ് കിട്ടും. ഒരുപാട് പ്രൊജക്റ്റുകളൊക്കെ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സെൻട്രലൈസ്ഡ് വെയർ ഹൗസിലേക്ക് സെൻട്രലൈസ്ഡ് ബൈയിങ് പ്രോസസ്സിലൂടെയൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം. നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ സാധിക്കും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പലപ്പോഴും ഇത് നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ബൈയിങ് പ്രോസസ്സിലൂടെ നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഒപ്പം തന്നെ കൃത്യമായിട്ടുള്ള ലോജിസ്റ്റിക്സ്, കൃത്യമായിട്ടുള്ള സ്റ്റോറേജ്. പലപ്പോഴും സ്റ്റോറേജ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് മണൽ, കമ്പി, സിമൻ്റ് അടക്കമുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് പോലും വേസ്റ്റേജ് ആയി പോകുന്നത് കാണാം. അപ്പോൾ കൃത്യമായിട്ടുള്ള സ്റ്റോറേജ് ഉണ്ടാവുക, കൃത്യമായിട്ടുള്ള ലോജിസ്റ്റിക്സ് ഉണ്ടാവുക, അത് കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ ഉണ്ടാവുക. ഇതൊക്കെ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൽ ഈ മെറ്റീരിയൽസ് പ്ലാനിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മെറ്റീരിയൽസിൻ്റെ ലോജിസ്റ്റിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒപ്പം തന്നെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള എല്ലാ മെക്കാനിസവും ഇതിൽ കണക്റ്റഡുമാണ്. കാരണം എത്രമാത്രം കോസ്റ്റ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നു, എത്രമാത്രം നന്നായി നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നു, എത്രമാത്രം സപ്ലയേഴ്സുമായിട്ട് നല്ല റിലേഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്നു, എത്രമാത്രം ട്രസ്റ്റ് വർത്തി ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സപ്ലയേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കാൻ സാധിക്കുന്നു, അത്രയും ബെറ്റർ ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. മാത്രമല്ല പലപ്പോഴും ഈ ക്യാഷ് നമുക്ക് റോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പലപ്പോഴും സ്റ്റക്ക് ആവുമല്ലോ. കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചിലപ്പോൾ ക്യാഷ് ഇല്ലാത്ത അവസ്ഥ വരും. മെറ്റീരിയൽസ് കൊണ്ടുവരാൻ പറ്റില്ല, മെറ്റീരിയൽസ് മേടിച്ചെത്തിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് പലപ്പോഴും കൺസ്ട്രക്ഷൻ സ്റ്റക്കായി പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ പ്ലാനിങ്, ഫോർകാസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആദ്യത്തെ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ആണെങ്കിൽ രണ്ടാമത്തേത് ഈ പറയുന്ന ഈ ക്യാഷ് ഫ്ലോൻ്റെ മെക്കാനിസവും ഒപ്പം തന്നെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ബൈയിങ് പ്രോസസ്സും അതുപോലെ ഈ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസും ഒക്കെയാണ്. മൂന്നാമത്തെ കാര്യം സ്കിൽഡ് വർക്ക് ഫോഴ്സ് ആൻഡ് ട്രെയിനിങ് ആണ്.
ഇത് നമ്മൾ ഏറ്റവും പ്രയോറിറ്റി കുറവ് കൊടുക്കുന്ന സംഭവമാണ്. കാരണം നമ്മൾ പലപ്പോഴും സബ് കോൺട്രാക്ട് കൊടുക്കും, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഏതെങ്കിലും ഒരു വർക്ക് ഫോഴ്സ് ഉണ്ടാവും. ഇവർക്ക് എത്രമാത്രം സ്കില്ലുണ്ട് എന്നുള്ളതിലൊന്നും നമ്മൾ ബോധവടല്ല. കാരണം ആൾക്കാരെ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ പ്രയോറിറ്റി. ചിലപ്പോൾ വർക്ക് ചെയ്യാൻ ആൾക്കാരെ പോലും കിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ അവർ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അവർക്ക് വേണ്ട വെൽനസ് പോളിസികളോ കൃത്യമായിട്ടുള്ള ഒരു HR മാനേജ്മെൻറ്റോ ഒന്നും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവില്ല. ഓട്ടോമാറ്റിക്കലി നമ്മളുടെ അടുത്ത് ജോലി ചെയ്യാൻ അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പലതരത്തിലുള്ള ആളുകളായിരിക്കും എന്നുള്ളതൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. എങ്കിൽ പോലും ഞാൻ പറയുന്നത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു HR മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് സ്ഥിരമായി ജോലിക്ക് വരാൻ തയ്യാറായിട്ടുള്ള നല്ല ടീമിനെ തന്നെ നിങ്ങൾക്ക് കിട്ടും, വാർത്തെടുക്കാൻ സാധിക്കും. ഇനീഷ്യലി കുറച്ച് പണിയുണ്ട്, കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്വാളിറ്റിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സ്കിൽഡ് വർക്കേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വർക്കിൻ്റെ ഗുണനിലവാരം കൂടുന്നുള്ളതാണ്. അവിടെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റും കൂടും. അപ്പോൾ സ്കിൽഡ് വർക്ക് ഫോഴ്സ് ഉണ്ടാക്കുക, അവർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക. ട്രെയിനിങ് 2 തരത്തിൽ കൊടുക്കണം. ഒന്ന് സ്കില്ലിൻ്റെ കാര്യത്തിലും മറ്റൊന്ന് ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യത്തിലും. മറ്റൊന്ന് സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ്, നെറ്റ്വർക്കിംഗ്, റെഫറൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. മാർക്കറ്റിംഗ് സൈഡാണ്. മാർക്കറ്റിംഗ് സൈഡിൻ്റെ കാര്യത്തിൽ ആക്ച്വലി ഇത്തരത്തിലുള്ള കമ്പനീസ്, കോൺട്രാക്ടേഴ്സൊക്കെ പ്രത്യേകിച്ചും, അല്ലെങ്കിൽ ബിൽഡേഴ്സ് ആയിക്കോട്ടെ, ഞാൻ കണ്ടിട്ടുള്ളത് വളരെ മോശമാണ്. വളരെ അപൂർവം ബിൽഡേഴ്സ് മാത്രമാണ് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ പോകുന്നത്. ഏറ്റവും കൂടുതൽ പോകുന്ന റെഫറൻസിലൂടെയും നെറ്റ്വർക്കിങ്ങിലൂടെയൊക്കെയാണ്. 1-to-1 സെയിൽസ് ആണല്ലോ, ഡയറക്റ്റ് സെയിൽസ് ആണ് പലപ്പോഴും നടക്കുന്നത്. ഇത് നന്നായി ചെയ്യുന്ന ആളുകൾ കൂടുതൽ ചെയ്യുന്നു, അല്ലാത്തവർ ചെയ്യുന്നില്ല. കൃത്യമായ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനുള്ള കൃത്യമായിട്ടുള്ള പ്ലാനുകളില്ല, കൃത്യമായിട്ടുള്ളൊരു തീമിൽ ഇത് വർക്കൗട്ട് ചെയ്യുന്നില്ല. നല്ല രീതിയിൽ ഇവിടെ സെയിൽ ചെയ്യുന്ന ഏത് ബിൽഡറെ നോക്കിയാലും അല്ലെങ്കിൽ ഏത് കോൺട്രാക്ടർ നോക്കിയാലും കൃത്യമായി കാണാം ഇവരുടെ ഒരു നെറ്റ്വർക്ക് മെക്കാനിസവും റെഫറൻസ് മെക്കാനിസവും വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അതിന് നമ്മൾ കൺസിസ്റ്റൻ്റ് ആവണം, ക്വാളിറ്റി ഡെലിവറി ചെയ്യണം, കൃത്യമായിട്ടുള്ളൊരു പ്രോസസ്സ് ഉണ്ടാക്കിയെടുക്കുകയും വേണം. അടുത്തത് അഡോപ്ഷൻ ഓഫ് ടെക്നോളജിയാണ്. ടെക്നോളജി എല്ലാ രംഗത്തേക്കും കടന്നു വരികയാണ്. ഇപ്പോൾ ബിൽഡിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന BIM എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റുകളടക്കം വലിയ പ്രൊജക്റ്റുകളിൽ ഇംപ്ലിമെൻറ്റഡാണ്. എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവറിത്തിങ്, ഒരു സ്ക്രൂ എവിടെ ഇടന്നുള്ളത് പോലും ആക്ച്വലി അത്രയും സ്പെസിഫിക്കായി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വരച്ച് കാണിക്കാൻ പറ്റുന്ന 3D ഡ്രോയിങ്ങുകളടക്കമുണ്ട്. എന്ന് പറയുന്ന പോലെ ഓരോ കാര്യങ്ങൾ എത്രമാത്രം ടെക്നോളജിയിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുവോ, ഏറ്റവും ചുരുങ്ങിയ പക്ഷം പ്രൊജക്ട് മാനേജ്മെൻറ്റെങ്കിലും ടെക്നോളജി പ്ലാറ്റ്ഫോമുകളിലേക്ക് കൊണ്ടുവരിക. മാത്രമല്ല നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ പ്രൊജക്ട് മാനേജ്മെൻറ്റ് എടുത്താൽ തന്നെ നമുക്ക് സൈറ്റുകളിൽ നിന്ന് ആ പ്രൊജക്റ്റ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇന്നിപ്പോൾ എല്ലാം ക്ലൗഡ് കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സിസ്റ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏത് ടാബ്ലറ്റിൽ നിന്നോ മൊബൈലിൽ നിന്നോ അടക്കം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രൊജക്ട് മാനേജ്മെൻറ്റിലെ അപ്ഡേറ്റ്സ് നമുക്കവിടെ കൊടുക്കാൻ പറ്റും, ഇൻപുട്സ് കൊടുക്കാം. അപ്പോൾ ഇവരതിലേക്ക് ട്രെയിൻ ചെയ്തെടുക്കണം. ടെക്നോളജി നിങ്ങളുടെ വർക്കേഴ്സിലേക്ക് കൂടി എപ്പോഴാണോ നിങ്ങൾ എത്തിക്കുന്നത് അപ്പോഴാണ് മാറ്റം സംഭവിക്കുന്നത്. ആൻഡ് ഫൈനലി ഞാൻ പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷനാണ്, ചിലപ്പോൾ ഇൻറ്റഗ്രേഷനാണ്. വെർട്ടിക്കൽ ഇൻറ്റഗ്രേഷനോ ഹൊറിസോണ്ടൽ ഇൻറ്റഗ്രേഷനോ ഒക്കെ പോസിബിളാണ്. എന്താണ് ഈ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ? ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾ ഒരു കൺസൾട്ടൻറ്റ് മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ ഡിസൈനർ മാത്രമായിരിക്കാം. നാളെ ഒരു കോൺട്രാക്ടർ കൂടിയായി മാറുന്നതിനെയാണ് ആക്ച്വലി പറയുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മുകളിലോ താഴെയുള്ള വെർട്ടിക്കലോ അല്ലെങ്കിൽ താഴെ ഡൗൺ ഇൻറ്റഗ്രേഷനോ അല്ലെങ്കിൽ അപ്പ് ഇൻറ്റഗ്രേഷനോ ഒക്കെ ആയിട്ട് താഴെയുള്ള ആക്ടിവിറ്റീസ് കൂടി നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന പരിപാടിയാണത്. എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റീരിയർ ഡിസൈനർക്ക് വേണമെങ്കിൽ അതിൻ്റെ എക്സിക്യൂഷനിലേക്ക് കൂടി വരാം, അല്ലെങ്കിൽ അതിൻ്റെ റോ മെറ്റീരിയലിൻ്റെ അല്ലെങ്കിലും ഏതെങ്കിലും ആക്സസറീസിൻ്റെ ഒക്കെ ട്രേഡിങ്ങിലേക്കൊക്കെ കൂടി വരാം. അപ്പോൾ ഇത്തരം സാധനങ്ങൾക്ക് നിങ്ങൾക്ക് സാധ്യതയുണ്ടോ? അതിൻ്റെ മാർക്കറ്റ് വലുതായി വരുന്നുണ്ടോ? അതിനുള്ള നെറ്റ്വർക്ക് നിങ്ങൾക്കുണ്ടോ? ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് അതിലേക്ക് കൂടി നിങ്ങൾക്ക് വെഞ്ചർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു ബെനിഫിറ്റ് ചിലപ്പോൾ അവിടെ കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾ സർവീസ് കൊടുക്കുന്നതിനേക്കാൾ ബെനിഫിറ്റ് അപ്പുറത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ നിന്ന് ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സർവീസാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സർവീസിൻ്റെ ഒപ്പം ഒരു ട്രേഡിങ്ങിലേക്ക് കൂടി വെഞ്ചർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നിങ്ങളുടെ ഈ ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് തന്നെ സോഴ്സ് ചെയ്യാനും അവിടെ നിങ്ങൾക്കൊരു മാർജിൻ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസും അതിലേക്കുള്ളൊരു വെഞ്ചറിങ്ങും വളരെ പ്രധാനമാണ്. ഇത് സ്ട്രാറ്റജിയുടെ ഒരു ഭാഗമാണ്. ഇത്രയും പ്രധാനപ്പെട്ട ഈ 6 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറയുന്നത്. പിന്നെ അതിൽ വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി ഉണ്ട്. വേണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ സംസാരിക്കാനുള്ള അത്രയും മെറ്റീരിയൽ ആക്ച്വലി ഈ പറയുന്ന കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഈ 6 കാര്യങ്ങൾ പക്ഷേ ഏറ്റവും ആദ്യത്തെ ലെവലിൽ നിങ്ങളൊന്ന് സ്ട്രീം ലൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ 100% ഉറപ്പ് പറയുന്നു, നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി ഏറ്റവും മിനിമം ഒരു 5% ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതൊരു സംശയം വേണ്ട. അപ്പോൾ പല ആൾക്കാർക്കും സംശയം ഉണ്ടാവും, ഇത് ഈ നമ്പേഴ്സൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നമ്മൾ ഒരുപാട് കൺസ്ട്രക്ഷൻ കമ്പനികളെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്, വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കോൺട്രാക്ടേഴ്സിൻ്റെ അടുത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പലപ്പോഴും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ കോൺട്രാക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ഉണ്ടാകുന്ന ഒരു വലിയ ചലഞ്ച് കൂടി ഞാൻ പറയാം. പഴയ ഒരു ട്രഡീഷണൽ രീതി ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. ചിലപ്പോൾ മനക്കണക്കായിട്ട് കൂട്ടിയിട്ടൊക്കെ ചിലപ്പോൾ ഒരു കടലാസ് തുണ്ടിൽ പോലും എഴുതി വെച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാരാണ്. അത്തരം ആൾക്കാരെ ചേഞ്ച് ചെയ്യാൻ ഇറ്റ് ടേക്സ് ടൈം.
എപ്പോഴാണോ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ റെഡിയാവുന്നത്, ഞാൻ 100% ഗ്യാരണ്ടി പറയുന്നു, നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി ഡെഫിനറ്റ്ലി എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. ഓൾ ദ ബെസ്റ്റ്. എന്തെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ആവശ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണക്ട് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.